Good evening, dear children. Welcome to our English class. I'm your Asha teacher. Today we are going to learn a poem called Death the Leveler. It is a funeral poem. This poem was written by a famous English poet called James Shirley. He was an Elizabethan poet. Who is an Elizabethan poet? A poet who lived during the time of Queen Elizabeth. Let me tell you something about Queen Elizabeth. She was a very powerful queen of England, and England had become very powerful and rich during her reign. Literature was given great importance during her time. That was during the second half of 16th century, and her period is called as the golden period of English literature. You might have heard about a very famous English playwright who lived during her time. Can you guess who it is? Yes, Shakespeare, the Bard of Avon. So, James Shirley also lived during her time, and this poem, Death the Leveler, it is a funeral poem. What is a funeral poem? A poem which is related to the ceremonies or functions in connection with death. മരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചടങ്ങുകൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പോയംസിനെയാണ് നമ്മൾ ഫ്യൂണറൽ പോയം എന്ന് പറയുന്നത്. ആൻഡ് ഡെത്ത് ദ ലെവലർ ഈസ് എ ഫ്യൂണറൽ പോയം. സോ ലുക്ക് അറ്റ് ദ ടൈറ്റിൽ ഓഫ് ദിസ് പോയം, ഡെത്ത് ദ ലെവലർ. ഡിഡ് യു ഗെറ്റ് എനി ഐഡിയ അബൌട്ട് ഇറ്റ്? ഡെത്ത് ഈസ് എ ലെവലർ. എന്താ മരണത്തിനെ ഒരു ലെവലർ എന്ന് വിളിക്കുന്നത്? ബിക്കോസ് ഇറ്റ് ലെവൽസ് എവറിത്തിങ്. എല്ലാത്തിനെയും ഒരേ ലെവലിലാക്കും അല്ലേ? എന്തിനൊക്കെയാണ് ഒരേ ലെവലിലാക്കുന്നത്? ബിക്കോസ് ഡെത്ത് ട്രീറ്റ്സ് റിച്ച് ആൻഡ് പുവർ, ദ പവർഫുൾ ആൻഡ് ദ പവർലെസ്, ദ കിങ് ആൻഡ് ദ പെസൻറ്റ്, എവ്രി വൺ എലൈക്ക്. എല്ലാവരെയും ഒരേപോലെയാണ് ഡെത്ത് ട്രീറ്റ് ചെയ്യുന്നത്. ഇറ്റ് ഷോസ് നോ ഡിസ്റ്റിങ്ഷൻ. ഒരു വേർതിരിവും അത് കാണിക്കാറില്ല. ആൻഡ് ഹെൻസ് ഡെത്ത് ഈസ് കോൾഡ് എ ലെവലർ. So now let's begin the poem. First of all, please look into the read and enjoy section. Deeds speak louder than words. Good deeds will be remembered forever. Here is a poem which tells us about the glory of deeds. Deeds എന്ന് വെച്ചാൽ എന്താണ്? ആക്ഷൻസ് അല്ലേ? ഓഫ് കോഴ്സ് വേർഡ്സ് ആർ ഇമ്പോർട്ടൻറ്റ് അല്ലേ? ആൾക്കാർക്ക് വളരെ ആശ്വാസമൊക്കെ കൊടുക്കാൻ കഴിയുന്നവയാണ് വേർഡ്സ് എന്ന് പറയുന്നത്. പക്ഷേ വേർഡ്സിനെക്കാട്ടിലും കൂടുതൽ ഇമ്പോർട്ടൻസ് എന്തിനുണ്ട്? ഡീഡ്സിനുണ്ട്. അപ്പോൾ വേർഡ്സ് നമ്മൾ ഒരു കാര്യം പറയുന്നതിനല്ല, നമ്മളത് എങ്ങനെ നമ്മൾ ചെയ്യുന്ന കാര്യത്തിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് എന്ന് പറയും അല്ലേ? ഒരാളെ നമ്മൾ കൂടുതൽ മനസ്സിലാക്കുന്നത് അയാളുടെ വേർഡ്സിൽ കൂടെയല്ല, അയാളുടെ ആക്ഷൻസിൽ കൂടെയാണ്. ഇപ്പോൾ ചെറിയ കുട്ടികളെ കുറിച്ചിട്ടൊക്കെ പറയാം, എന്താണ് അവരൊരിക്കലും നമ്മുടെ വേർഡ്സ് അല്ല ശ്രദ്ധിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ വേർഡ്സിനെക്കാട്ടിലും കൂടുതൽ അവർ ശ്രദ്ധിക്കുന്നത് നമ്മുടെ ഡീഡ്സാണ്, നമ്മുടെ ആക്ഷൻസ് ആണെന്ന് പറയും അല്ലേ? അപ്പോൾ വേർഡ്സിനെക്കാട്ടിലും കൂടുതൽ ഇമ്പോർട്ടൻസ് ഡീഡ്സിനുണ്ട്. ആൻഡ് ഡീഡ്സ് സ്പീക്ക് ലൗഡർ ദാൻ വേർഡ്സ്. ഗുഡ് ഡീഡ്സ് വിൽ ബി റിമെമ്പേർഡ് ഫോർ എവർ. നല്ല ആക്ഷൻസൊക്കെ ആരും ഒരിക്കലും മറക്കത്തില്ല അല്ലേ? ആൻഡ് ദിസ് ഈസ് എ പോയം ദാറ്റ് ടെൽസ് അബൌട്ട് ദ ഗ്ലോറി ഓഫ് ഡീഡ്സ്. നല്ല പ്രവർത്തികളെ അല്ലേ, നല്ല പ്രവർത്തികളുടെ മഹത്വം, അതിൻ്റെ ഗ്രേറ്റ്നെസ്സിനെ കുറിച്ചിട്ട് പറയുന്ന പോയമാണ് ഡെത്ത് ദ ലെവലർ. സോ ലെറ്റ്സ് ബിഗിൻ ദ പോയം. ഐ വിൽ റീഡ് ഔട്ട് ദ ഫസ്റ്റ് സ്റ്റാൻസ. The glories of our blood and state are shadows, not substantial things. There is no armor against fate. Death lays his icy hand on kings. Scepter and crown must tumble down, and in the dust be equal made with the poor crooked scythe and spade. So, the glories of our blood and state are shadows. Here, blood refers to family origin. അതായത് വലിയ കുടുംബത്തിലാണ് എന്ന് പറയുന്നതോ അല്ലെങ്കിൽ സ്റ്റേറ്റ്, അപ്പോൾ രാജ്യത്തിന് ഭയങ്കര വലിയ ഗ്രേറ്റ് രാജ്യത്തിലുള്ളതാണോ എന്ന് പറയുന്നതൊന്നും അതിൻ്റെ ഗ്രേറ്റ്നെസ് ഒന്നും ദേ ആർ മിയർലി ഷാഡോസ്. അതൊക്കെ വെറും ഷാഡോസ്, നിഴൽ മാത്രമാണ്. എന്താണ് വാട്ട് ഈസ് എ പ്രോബ്ലം വിത്ത് ഷാഡോസ്? ദേ ആർ നോട്ട് പെർമനൻറ്റ്. അതൊന്നും ഒരു സ്ഥിരതയുള്ളതല്ല അല്ലേ? ദേ ആർ ഓൺലി ടെമ്പററി തിങ്സ്.
അപ്പോൾ ഗ്രേറ്റ് ഫാമിലി ഒറിജിൻ ആണെന്നോ ഗ്രേറ്റ് നേഷനിലാണ് ജനിച്ചതെന്നോ ഒന്നും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. അതിൻ്റെ ഗ്രേറ്റ്നെസ് എന്നൊക്കെ പറയണത് ദേ ആർ വെരി ടെമ്പററി തിങ്സ്. അതിനൊന്നും ഒരു സ്ഥിരതയും ഇല്ല. ദേ ഹാവ് നോ പെർമനൻസ്. നോട്ട് സബ്സ്റ്റാൻഷ്യൽ തിങ്സ്. സബ്സ്റ്റാൻഷ്യൽ മീൻസ് നോട്ട് ഓഫ് എനി ഗ്രേറ്റ് ഇമ്പോർട്ടൻസ്. വലിയ ഇമ്പോർട്ടൻസ് ഒന്നും അതിന് ഇല്ല. സി എലിസബത്തൻ ടൈമിലൊക്കെ എന്താണ് റോയൽ ബേർത്ത് എന്നൊക്കെ പറയുന്നതിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ആയിരുന്നു. അതായത് രാജരക്തം അല്ലെങ്കിൽ രാജകുടുംബത്തിൽ ജനിച്ചു എന്നോ അല്ലെങ്കിൽ ഗ്രേറ്റ് ഫാമിലീസിൽ ജനിച്ചു എന്നൊക്കെ പറയുന്നതിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ആയിരുന്നു. അപ്പോൾ പറയണം അതിൻ്റെ ഗ്രേറ്റ്നെസ്സിനൊന്നും ഒരു ഇമ്പോർട്ടൻസും ഇല്ല. ദേ ആർ മിയർലി ഷാഡോസ്. ദേ ഹാവ് നോ ഇമ്പോർട്ടൻസ്. അത് എല്ലാ ഏജിലും ആപ്ലിക്കബിൾ ആണല്ലേ. ദിസ് വാസ് റിട്ടൺ ഡ്യൂറിങ് ദ എലിസബത്തൻ പീരീഡ്. പക്ഷേ ഇപ്പോഴും റിലവൻസ് ഉള്ള കാര്യം തന്നെയാണിത്. വലിയ ഫാമിലിയിലാണെന്നോ വലിയ നേഷനാണെന്നോ ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അതിൻ്റെ ഗ്രേറ്റ്നെസ്സിനൊന്നും ഒരു പെർമനൻസും ഇല്ല. തേർഡ് ലൈൻ, ദർ ഈസ് നോ ആർമർ അഗൈൻസ്റ്റ് ഫെയ്റ്റ്. ആർമർ എന്ന് വെച്ചാൽ എന്താണ്? പടച്ചട്ട. ഇപ്പോൾ എലിസബത്തൻ ടൈമിലൊക്കെ ഒരുപാട് വാർഫെയറും ഒക്കെ നടക്കാറുണ്ട്. അപ്പോൾ അവിടെ അവർക്ക് എന്തെങ്കിലും ഒരു സെക്യൂരിറ്റി കൊടുക്കുന്ന സാധനം എന്ന് പറയുന്നത് ആമറാണ് അല്ലേ. പക്ഷേ എത്ര സ്ട്രോങ് ആമറാണെങ്കിലും എന്താണ് ഫെയ്റ്റിനെതിരെ നിൽക്കാൻ പറ്റുന്ന ഒരു ആമറും ഇല്ല. ഫെയ്റ്റ് എന്ന് വെച്ചാൽ വിധി അല്ലേ. ഇപ്പോൾ വിധിയെ ഒരിക്കലും തടുക്കാൻ പറ്റില്ല. വി ക്യാൻ നെവർ ഡിഫെൻഡ് അഗൈൻസ്റ്റ് ഫെയ്റ്റ്. ഫെയ്റ്റിനെ ഒരിക്കലും നമുക്ക് ഡിഫെൻഡ് ചെയ്യാൻ പറ്റില്ല. ദർ ഇസ് നോ ആമർ അഗൈൻസ്റ്റ് ഫെയ്റ്റ്. ഡിഡ് യു നോട്ടീസ് വൺ തിങ്? ഫെയ്റ്റിൻ്റെ ഫസ്റ്റ് ലെറ്റർ ഇറ്റ് ഇസ് ഗിവൺ ഇൻ ക്യാപിറ്റൽസ് അല്ലേ. അപ്പോൾ എന്താണ് ഫെയ്റ്റ്, വിധി എന്ന് പറയുന്നതിന് ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് എ പേഴ്സൺ. ഒരു ആളിനെ, ഒരു ശത്രുവിനെ ഡിഫെൻഡ് ചെയ്യുന്ന പോലെ എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ പേഴ്സൺ അല്ലാത്ത ഒന്നിനെ പേഴ്സണായി കണക്കാക്കി പറഞ്ഞാൽ വാട്ട് ഈസ് എ ഫിഗർ ഓഫ് സ്പീച്ച്? പേഴ്സോണിഫിക്കേഷൻ. നെക്സ്റ്റ് ലൈൻ, ഡെത്ത് ലേസ് ഹിസ് ഐസി ഹാൻഡ് ഓൺ കിങ്സ്, scepter and crown must tumble down, and in the dust be equal made with the poor crooked scythe and a spade. See, death lays his icy hand on kings. മരണം അതിൻ്റെ ഐസി ഹാൻഡ്സ് മീൻസ് തണുത്ത കൈകൾ എന്നല്ലേ. യൂഷ്വലി എന്താണ് മരിച്ചു കഴിയുമ്പോഴത്തേക്ക് ബോഡി കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എക്സ്ട്രീംലി കോൾഡായി പോവും, തണുത്തു പോകും അല്ലേ. അതുകൊണ്ടായിരിക്കാം എന്ത് പറഞ്ഞേക്കുന്നത് ഐസി ഹാൻഡ്സ് എന്ന് പറയുന്നത്. ഡെത്ത് ലേ, അപ്പോൾ മരണം അതിൻ്റെ തണുത്ത കരങ്ങൾ കിങ്ങിൻ്റെ പുറത്താണ് വെക്കുന്നത്. അതായത് മരണം, രാജാവിന് മരണം എത്തുമ്പോൾ എന്ത് സംഭവിക്കും? രാജാവിന് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുമോ മരണത്തിന്? രാജാവാണ്, ഹീസ് എ ഗ്രേറ്റ് പേഴ്സൺ, ബട്ട് ഈവൻ ഹീ വോണ്ട് ബി ഏബിൾ ടു സ്റ്റോപ്പ് ഡെത്ത്. അങ്ങനെ മരണം വരുമ്പോൾ എന്ത് സംഭവിക്കും? സെപ്റ്റർ ആൻഡ് ക്രൗൺ മസ്റ്റ് ടംബിൾ ഡൗൺ. എന്താ ഈ സെപ്റ്റർ? SCEPTRE. നമ്മളെങ്ങനെ പ്രൊനൗൺസ് ചെയ്യേണ്ടത്? സെപ്റ്റർ. സെപ്റ്റർ മീൻസ് ചെങ്കോൽ അല്ലേ. സെപ്റ്റർ ആൻഡ് ക്രൗൺ, ചെങ്കോലും കിരീടവും എന്ത് സിംബലൈസ് ചെയ്യുന്നതാണ്? രാജാവിൻ്റെ പവറിനെ സിംബലൈസ് ചെയ്യുന്നതാണ്. മരണം എത്തുമ്പോൾ രാജാവിൻ്റെ കിങ്ലി പവേഴ്സ് എല്ലാം ഇറ്റ് മസ്റ്റ് ടംബിൾ ഡൗൺ, ഇറ്റ് വിൽ ഫോൾ ഡൗൺ, എല്ലാം താഴെ വീഴും. രാജാവിൻ്റെ പവറൊക്കെ നഷ്ടപ്പെടും. എന്നിട്ട് എന്ത് സംഭവിക്കും? ആൻഡ് ഇൻ ദ ഡസ്റ്റ് ബി ഈക്വൽ മെയ്ഡ് വിത്ത് ദ പുവർ ക്രൂക്കഡ് സൈത് ആൻഡ് സ്പെയ്ഡ്. എന്നിട്ട് ആ ഡസ്റ്റിൽ, നിലത്ത് വീണ് ആ പൊടിയിൽ അത് എന്തിന് ഈക്വലായി മാറും? ഇറ്റ് ബിക്കംസ് ഈക്വൽ ടു ദാറ്റ് ഓഫ് പുവർ ക്രൂക്കഡ് സൈത് ആൻഡ് സ്പെയ്ഡ്. എന്താ ഈ സൈത് ആൻഡ് സ്പെയ്ഡ് എന്ന് വെച്ചാൽ? സ്വൈത്ത് എന്ന് വെച്ചാൽ ഇറ്റ്സ് എ ഗാർഡൻ ടൂൾ, സ്പെയ്ഡ് മൺവെട്ടി അല്ലേ. അപ്പോൾ ആരാണ് ഈ സൈതും സ്പെയ്ഡും ഒക്കെ യൂസ് ചെയ്യുന്നത്? ഫാമർ അല്ലേ, പുവർ പെസൻസ് ആണ് ഇതൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ രാജാവിൻ്റെ സെപ്റ്ററും ക്രൗണും ഒക്കെ എന്തിന് ഈക്വലായി മാറും? പാവപ്പെട്ട ഫാമറിൻ്റെ ടൂൾസിന് ഈക്വലായി മാറും. ദാറ്റ് മീൻസ് കിങ്ങും ഫാമറും എല്ലാം ഒരേ സ്റ്റേറ്റസായി മാറും മരിച്ചു കഴിയുമ്പോൾ. യു മസ്റ്റ് നോട്ടീസ് വൺ മോർ തിങ്. സെപ്റ്റർ ആൻഡ് ക്രൗൺ അതെന്തിനെ സിംബലൈസ് ചെയ്യുന്നു? സെപ്റ്റർ ആൻഡ് ക്രൗൺ എന്ന് പറയുമ്പോൾ ഇറ്റ് സിംബലൈസസ് കിങ്ലി പവർ. സൈത് ആൻഡ് സ്പെയ്ഡ് ആണെങ്കിലോ ഇറ്റ് റെപ്രസെൻറ്റ്സ് ദ പുവർ ഫാമർ. അപ്പോൾ ഇവിടെ കിങ് എന്ന് പറയുന്നതിന് പകരം സെപ്റ്റർ ആൻഡ് ക്രൗൺ എന്ന് പറഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ കിങ്ങിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഫാമർ എന്ന് പറയുന്നതിന് പകരം ഫാമർ യൂഷ്വലി യൂസ് ചെയ്യുന്ന രണ്ട് ടൂൾസ് സൈത് ആൻഡ് സ്പെയ്ഡ് വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം പറയുന്നതിന് പകരം അതുമായിട്ട് വളരെ ക്ലോസ്ലി അസോസിയേറ്റഡ് ആയിട്ടുള്ള വേറൊരു കാര്യം വച്ച് പറയുകയാണെങ്കിൽ അതൊരു ഫിഗർ ഓഫ് സ്പീച്ചാണ്. മെറ്റോണിമി എന്നാണ് പേര്. ഓക്കെ, വാട്ട്സ് ദ നെയിം ഓഫ് ദ ഫിഗർ ഓഫ് സ്പീച്ച്? മെറ്റോണിമി.
നിങ്ങളിതിപ്പോൾ ആദ്യമായിട്ടായിരിക്കും ചിലപ്പോൾ മെറ്റോണിമി കേൾക്കുന്നതെന്ന് തോന്നുന്നു. ഇത് എക്സാമിന് ചോദിക്കാൻ വളരെ സാധ്യതയുള്ള ഒരു ഫിഗർ ഓഫ് സ്പീച്ചാണിത്. പ്ലീസ് നോട്ട് മെറ്റോണിമി. സോ when one thing is mentioned instead of another with which it has become closely associated because of a recurrent, that is repeated relation in common experience. ഒരു കാര്യം പറയുന്നതിന് പകരം അതുമായിട്ട് ക്ലോസ്ലി അസോസിയേറ്റഡ് ആയിട്ടുള്ള വേറൊരു കാര്യം വെച്ചിട്ടാണ് പറയുന്നതെങ്കിൽ the figure of speech is metonymy. Look at the examples given there. The crown stands for a king and Hollywood for film industry, English film industry. So in this stanza we have come across two figures of speech. One is metonymy, which was the first one. Personification. Personification, it's a figure of speech in which human qualities are attributed to inanimate objects. ഇനാനിമേറ്റ് ആയിട്ടുള്ള ജീവനില്ലാത്ത വസ്തുക്കൾക്കും എന്തിൻ്റെ ക്വാളിറ്റീസ് കൊടുക്കുന്നു? ഹ്യൂമൻ ക്വാളിറ്റീസ്. മനുഷ്യരെ പോലെ കണക്കാക്കി പറയുകയാണെങ്കിൽ, മനുഷ്യൻ്റെ ക്വാളിറ്റീസ് വെച്ച് പറയുകയാണെങ്കിൽ ദാറ്റ് ഈസ് പേഴ്സോണിഫിക്കേഷൻ. എക്സാമ്പിൾ, ഓ വൈൽഡ് വെസ്റ്റ് വിൻഡ്. അതൊരു ഗ്രേറ്റ് റൊമാൻറ്റിക് പോയറ്റായിട്ടുള്ള ഷെല്ലിയുടെ ഓ ടു ദ വെസ്റ്റ് വിൻഡ് എന്ന് പറയുന്ന പോയത്തിലെ ഒരു ലൈനാണ്. എന്താണ്? ഓ വൈൽഡ് വെസ്റ്റ് വിൻഡ്. വെസ്റ്റ് വിൻഡ് എന്താണ്? ഓ വൈൽഡ് വെസ്റ്റ് വിൻഡ്. ഒരാളെ കണക്കാക്കി പറയുന്ന പോലെ വിളിക്കുന്നു അല്ലേ? സോ ഇറ്റ്സ് ആൻ എക്സാമ്പിൾ ഓഫ് പേഴ്സോണിഫിക്കേഷൻ. അപ്പോൾ ഈ പോയത്തിനകത്ത് നമ്മൾ എവിടെയൊക്കെയാണ് പേഴ്സോണിഫിക്കേഷൻ കണ്ടത്? വൺ ഇസ് ഫെയ്റ്റ് അല്ലേ? ദർ ഈസ് നോ ആമർ അഗൻസ്റ്റ് ഫെയ്റ്റ്. പ്ലീസ് നോട്ട് ഇറ്റ് ഇൻ യുവർ ടെക്സ്റ്റ് ബുക്സ്. ഓക്കെ, ആ ടെക്സ്റ്റ് ബുക്കിനകത്ത് ആ വരുന്ന ഭാഗത്തൊന്ന് എഴുതി വയ്ക്കുക. ഫെയ്റ്റ് അവിടെ ഏതാണ്? ഇറ്റ്സ് പേഴ്സോണിഫിക്കേഷൻ. പിന്നെ ഒരു സ്ഥലത്തൂടെ ഉണ്ട്, എവിടെയാണത്? ഡെത്ത് ലേസ് ഹിസ് ഐസി ഹാൻഡ് ഓൺ കിങ്സ് അല്ലേ? ആ ഒരാളിനെ കണക്കാക്കി പറയുന്ന പോലെ അല്ലേ ഡെത്തിന് അങ്ങനെ ഒരു ഐസി ഹാൻഡൊക്കെ ഉണ്ടെന്ന് പറയുന്ന പോലെ. ദാറ്റ് ഈസ് ഓൾസോ ആൻ എക്സാമ്പിൾ ഓഫ് personification. Let's move on to the second stanza. Some men with swords may reap the field and plant fresh laurels where they kill, but their strong nerves at last must yield. They tame but one another still. Early or late they stoop to fate and must give up their murmuring breath when they, pale captives, creep to death. So, some men with swords may reap the field. Think about a field in which farmers are reaping. What will be their tools? They will be using sickle. അവർ അരിവാൾ വെച്ചിട്ടായിരിക്കും ഫീൽഡൊക്കെ റീപ്പ് ചെയ്യുന്നത്. റീപ്പ് ചെയ്യുക മീൻസ് കൊയ്യുക. ബട്ട് ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? സം മെൻ വിത്ത് സ്വാർഡ്സ് മേ റീപ്പ് ദ ഫീൽഡ്. അല്ലേ, വാൾ വെച്ചിട്ടാണ് ചെയ്യുന്നത്. സോ ഇറ്റ്സ് നോട്ട് ദ യൂഷ്വൽ ഫീൽഡ് ദാറ്റ് ദ പോയറ്റ് ഈസ് റെഫറിങ് ടു. സാധാരണ നമ്മൾ പറയുന്ന വയൽ അല്ലേ, ആ പാടം വയൽ അതല്ല. പിന്നെന്താണ്? ദ പോയറ്റ് ഈസ് റെഫറിങ് ടു ദ ബാറ്റിൽ ഫീൽഡ്. അപ്പോൾ ആരാ ഈ സം പീപ്പിൾ എന്ന് പറയുന്ന? ഫാമേഴ്സാണോ? അല്ല, ദേ ആർ ദ വാരിയേഴ്സ്. അല്ലെങ്കിൽ യുദ്ധഭൂമിയിൽ ആൾക്കാരുടെ തല കൊയ്യുന്ന ആൾക്കാരെ കുറിച്ചിട്ടാണ് ഈ പറയുന്നത് അല്ലേ. സം മെൻ വിത്ത് സ്വാർഡ്സ് മേ റീപ്പ് ദ ഫീൽഡ് ആൻഡ് പ്ലാന്റ് ഫ്രഷ് ലോറൽസ് വെയർ ദേ കിൽ. ഇപ്പോൾ കൊല്ലുന്ന, സാധാരണ റീപ്പ് ചെയ്യുന്ന സ്ഥലത്ത് പുതിയ ചെടിയുടെ സാപ്ലിംഗ് തൈ വയ്ക്കുകയായിരിക്കും പതിവ് അല്ലേ. പക്ഷേ ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? കൊല്ലുന്ന സ്ഥലത്ത് ഇവർ ലോറൽസ് വെക്കുന്നു. ലോറൽസ് എന്ന് വെച്ചാൽ എന്താണ്? ലോറൽസ് എന്ന് വെച്ചാൽ ഡ്യൂറിങ് ദ ഓൾഡൻ ഡേയ്സ് ഗ്രീസിലൊക്കെ ഈ വാരിയേഴ്സിന് അല്ലെങ്കിൽ ജയിച്ചു വരുന്ന ആൾക്കാരെ ഇവർ സ്വീകരിക്കുന്നത് ലോറൽസ് കൊണ്ടിട്ടുള്ള ക്രൗൺ വെച്ചിട്ടാണ്. അപ്പോൾ ഇവിടെ ദേ പ്ലാന്റ് ഫ്രഷ് ലോറൽസ് വെയർ ദേ കിൽ എന്ന് വെച്ചാൽ എന്താണ്? ഈ ആൾക്കാരെ എല്ലാം കൊന്നുകൂട്ടുമ്പോൾ ഇവർക്ക് ഭയങ്കര ഫെയിം ആൻഡ് ഓണറൊക്കെ കിട്ടുമായിരുന്നു. ബട്ട് ദെയർ സ്ട്രോങ് നെർവ്സ് അറ്റ് ലാസ്റ്റ് മസ്റ്റ് ഈൽഡ്. ഇവരെത്ര വലിയ വീരന്മാരാണ്, കുറേ ആൾക്കാരെ കൊന്നിട്ടുണ്ട്, തല കൊയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞാലും അറ്റ് ലാസ്റ്റ് വാട്ട് വിൽ ഹാപ്പൻ? ദെയർ സ്ട്രോങ് നെർവ്സ് വിൽ ഹാവ് ടു സറണ്ടർ. ഒരു ദിവസം എത്ര പവർഫുൾ ആണെങ്കിലും സ്ട്രോങ് ആണെങ്കിലും ഒക്കെ a day will come when they too will have to surrender. ഇവർക്കും സറണ്ടർ ചെയ്യേണ്ട ഒരു ഡേ വരും. They tame but one another still. Tame ചെയ്യാൻ മീൻസ് കൺട്രോൾ അല്ലേ. അവർ അന്യോന്യം ആൾക്കാരെ കൺട്രോൾ ചെയ്യുകയും അടിച്ചമർത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. But what will happen a day? Early or late they stoop to fate and must give up their murmuring breath when they, pale captives, creep to death.
സോ ദേ ഓൾ വിൽ ഹാവ് ടു സ്റ്റൂപ്പ് ടു ഫെയ്റ്റ്. ഫെയ്റ്റിൻ്റെ മുന്നേ കുനിയേണ്ടി വരും. ദേ വിൽ ഹാവ് ടു സ്റ്റൂപ്പ് ബിഫോർ ഫെയ്റ്റ്. ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ, ഏർലി ഓർ ലേറ്റ്. ഒന്നിൽ കുറച്ച് നേരത്തെ ആയിരിക്കും, അല്ലെങ്കിൽ കുറച്ച് വൈകിട്ടായിരിക്കും. ബട്ട് ഡെഫിനറ്റ്ലി അവർക്കെല്ലാം ഒരു ദിവസം എന്ത് ചെയ്യേണ്ടി വരും? വിധിയുടെ മുന്നിൽ കീഴടങ്ങേണ്ടി വരും. ആൻഡ് മസ്റ്റ് ഗിവ് അപ്പ് ദെയർ മർമറിങ് ബ്രെത്ത്. മർമറിയ മീൻസ് ആ ഒരു ലോ സൗണ്ടിൽ ഇങ്ങനെ പിറുവിറുത്ത പോലെ പറയുക അല്ലേ. അപ്പം മരിക്കാറാവുമ്പോഴത്തേക്ക് എത്ര വീരനാണെങ്കിലും, യുദ്ധത്തിനൊക്കെ എത്ര ആർപ്പ് വിളിച്ചിട്ടുള്ള ആളാണെങ്കിലും ഒന്നും മരിക്കണ സമയമാകുമ്പോഴത്തേക്ക് ആ ശബ്ദമൊന്നും ഉണ്ടാവില്ല. വളരെ മേമറിങ് ആയിട്ടുള്ള ഒരു സൗണ്ട് ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ആ മേമറിങ് ബ്രെത്തോട് കൂടി ദേ വിൽ ഹാവ് ടു ഗിവ് അപ്പ്. അത് ഉപേക്ഷിച്ചിട്ട്, ആ മേമറിങ് ബ്രെത്ത് ഉപേക്ഷിച്ചിട്ട് എങ്ങനെ പോകേണ്ടി വരും? വെൻ ദേ പെയിൽ ക്യാപ്റ്റീവ്സ് ക്രീപ് ടു ഡെത്ത്. ഇവർ യുദ്ധത്തിനൊക്കെ ആൾക്കാരെയൊക്കെ പിടിച്ചുകൊണ്ട് വരുമല്ലേ ചിലപ്പോൾ, ക്യാപ്റ്റീവ്സായിട്ട്, പ്രിസണേഴ്സായിട്ടൊക്കെ പിടിച്ചുകൊണ്ട് വന്ന്. പണ്ട് സീസറൊക്കെ എങ്ങനെയാണ് അവരുടെ സമ്പത്ത് ഇത്രയും കൂട്ടിയതെന്ന് വെച്ചാൽ, ഓരോ സ്ഥലത്ത് പോയി അവിടുത്തെ ആൾക്കാരെയൊക്കെ കീഴടക്കി കുറേ ആ ക്യാപ്റ്റീവ്സിനെ പിടിച്ചുകൊണ്ട് വന്ന് റാൻസം വാങ്ങിക്കും. അതായത് തിരിച്ചിനി ഇവരെ കൊടുക്കണമെങ്കിൽ കുറേ കാശ് തരണം എന്ന് പറഞ്ഞിട്ട് റാൻസം അങ്ങനെ വാങ്ങിച്ചിട്ടാണ് ഇവർ ഭയങ്കര കാശ്, ഒരുപാട് സ്വത്ത് രാജ്യത്തിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളത് സീസറൊക്കെ. ഓക്കെ, പക്ഷേ ഫൈനലി എ ഡേ വിൽ കം വെൻ ദീസ് പീപ്പിൾ ദെംസെൽസ് വിൽ ഹാവ് ടു ബിക്കം പെയിൽ ക്യാപ്റ്റീവ്സ്. അപ്പോൾ ക്യാപ്റ്റീവ്സായിട്ട് പിടിച്ചുകൊണ്ട് വരുമ്പോൾ മുഖമൊക്കെ എങ്ങനെ ഇരിക്കും? വളരെ പെയിലായിരിക്കും, വളരെ വിളറിയിരിക്കും അല്ലേ. പക്ഷേ ഇവരെ ഇപ്പോൾ പിടിച്ചുകൊണ്ട് പോകുന്നത് ആരാണ്? ഇവരെ കാട്ടിലും മൈറ്റിയറായിട്ടുള്ള ഒരാളാണ്. ആരാണത്? ദാറ്റ് ഈസ് ഡെത്ത്. അപ്പം എത്ര വീരനാണെങ്കിലും അവസാനം മരണത്തിൻ്റെ മുന്നേ പെയിൽ ക്യാപ്റ്റീവ്സായിട്ട് ഇവർ എങ്ങനെയായിരിക്കും പോകുന്നത്? തല ഉയർത്തിപ്പിടിച്ചിട്ടാണോ പോണത്? മരിക്കാറാകുമ്പോൾ ഇവർക്കും ഒക്കെ ആ ഭയം ഉണ്ടാവും. അവർ ഫൈനലി എന്താണ്? ക്രീപ്പ് ചെയ്തിട്ടായിരിക്കും, ഇഴഞ്ഞിട്ടായിരിക്കും അങ്ങോട്ട് പോകുന്നത്, ഡെത്തിൻ്റെ അടുത്തോട്ട് പോകുന്നത്. അപ്പം നമ്മൾ ഈ സ്റ്റാൻസയിൽ പഠിച്ചത് എന്താണ്? യുദ്ധഭൂമിയിൽ സ്വാർഡ്സ് വെച്ചിട്ട് ഇവർ ആൾക്കാരുടെ തലയെല്ലാം കൊയ്യും. ആ പേരിൽ ഇവർക്ക് കുറേ ഓണറും ഒക്കെ കിട്ടും, അന്യോന്യം കൺട്രോൾ ചെയ്യുകയൊക്കെ ചെയ്യും. പക്ഷേ ഒരു ദിവസം വരും, എന്താണ്? ഇവർക്കും ഇതേപോലെ സറണ്ടർ ചെയ്യേണ്ട ഒരു ദിവസം വരും. ആൾക്കാരുടെ മുന്നേ ഒന്നും സറണ്ടർ ചെയ്യേണ്ടി വന്നില്ലെങ്കിൽ പോലും ഫൈനലി ആരുടെ മുന്നേ എന്തായാലും ഉണ്ട്? മരണത്തിൻ്റെ മുന്നേ എത്ര വലിയ വീരനായാലും സറണ്ടർ ചെയ്യേണ്ടി വരും. ഇവർക്കൊക്കെ എന്ത് ചെയ്യേണ്ടി വരും? ഫെയ്റ്റിൻ്റെ മുന്നേ സറണ്ടർ ചെയ്യേണ്ടി വരും. ആകെ ഒരു വ്യത്യാസമേ ഉള്ളൂ. എന്താണത്? ഒന്നുകിൽ കുറച്ച് നേരത്തെ ആയിരിക്കും, അല്ലെങ്കിൽ കുറച്ച് വൈകിട്ടായിരിക്കും. എന്തായാലും ഫൈനലി ഡെത്തിൻ്റെ പെയിൽ ക്യാപ്റ്റീവ്സായിട്ട് ഇവർക്ക് മരണത്തിലോട്ട് ക്രീപ്പ് ചെയ്ത് അല്ലേ, നിരങ്ങി ഇഴഞ്ഞ് തന്നെയായിരിക്കും പോകേണ്ടിയും വരും. ഇപ്പം എന്തുകൊണ്ടാണ് ഈ യുദ്ധത്തിൻ്റെയൊക്കെ കൂടുതൽ ഇമേജറി യൂസ് ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ, ആ സമയം അല്ലേ, എലിസബത്തിൻ ടൈം എന്ന് പറയുന്ന സമയം അന്നത്തെ ആൾക്കാർ കൂടുതലും എന്താണ്, വീരന്മാരെയും അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ ആരാധിച്ചിരുന്ന ഒരു കാലമാണ്. അതുകൊണ്ടാണ് അങ്ങനത്തെ വാർഫെയറും അങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ഇമേജറീസൊക്കെ ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. Now it's the third and the last stanza. The garlands wither on your brow, then boast no more your mighty deeds. Upon death's purple altar now, see where the victim bleeds. Your heads must come to the cold tomb, only the actions of the just smell sweet and blossom in their dust. The garlands wither on your brow. ഇപ്പം ജയിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഗാർലൻസ് ഉണ്ടല്ലോ, പൂമാലകളൊക്കെ, അത് വിൽ ദേ ലാസ്റ്റ് ഫോർ എവർ? ആ പൂമാലകളൊക്കെ എല്ലാ കാലവും ഉണ്ടാവുമോ? നോ, ദേ വിൽ ജസ്റ്റ് വിതർ ഓൺ യുവർ ബ്രോ. നിങ്ങളുടെ അത് കരിഞ്ഞുണങ്ങി അത് പോവുകയേ ഉള്ളൂ. അത് എന്തിനു സിംബോളിക്കാണ്? നിങ്ങളിങ്ങനെ നേടുന്ന പേരും പ്രശസ്തിയും എല്ലാം കുറേ നാൾ കഴിയുമ്പോൾ ഇതങ്ങ് വിസ്മൃതിയിലാണ്ട് പോവുകയേ ഉള്ളൂ അല്ലേ, ആൾക്കാർ മറന്നു പോവുകയേ ഉള്ളൂ. ദെൻ ബോസ്റ്റ് നോ മോർ യുവർ മൈറ്റി ഡീഡ്സ്. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യരുത്? നിങ്ങളുടെ ഈ മൈറ്റി, ഈ വാർഫെയറിലൊക്കെ നിങ്ങൾ കാണിച്ചിട്ടുള്ള മൈറ്റി ഡീഡ്സിനെ പറ്റിയിട്ട് നിങ്ങൾ ബോസ്റ്റ് ചെയ്യരുത്, വെറുതെ നിങ്ങൾ പൊങ്ങച്ചം പറയരുത്. കാരണം ഇതിൻ്റെ ആൾക്കാരൊന്നും ഓർത്തിരിക്കാൻ പോലും പോകുന്നില്ല. Upon death's purple altar now, see where the victim bleeds. See, altar, ALTAR, altar അല്ലേ. ആൾട്ടർ എന്ന് വെച്ചാൽ എന്താണ്? ഈ ചേർച്ചിനകത്തൊക്കെ പ്രാർത്ഥിക്കാനുള്ള ഒരു സ്ഥലം അല്ലേ, കുറച്ച് മുന്നിലായിട്ട് ഈ അൾത്താര പറയുന്നത്, അതാണ് ആൾട്ടർ. ഇതേ പ്രൊനൗൺസിയേഷൻ വരുന്ന അനദർ വേർഡ് ഉണ്ട്, ALTER, ആൾട്ടർ തന്നെയാണ്. പ്രൊനൗൺസിയേഷൻ സെയിം ആണ്, ബട്ട് മീനിങ് ഈസ് ഡിഫറെൻറ്റ്. അതെന്താണ്? നമ്മൾ ഡ്രസ്സൊക്കെ ആൾട്ടർ ചെയ്യണം എന്നൊക്കെ പറയൂല്ലേ, അതായത് ചേഞ്ച് ചെയ്യണം, ചെറുതാക്കണോ വലുതാക്കണോ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുന്നതിന് നമ്മൾ ആൾട്ടർ ചെയ്യണം എന്ന് പറയും. ദാറ്റ് ഈസ് ALTER, ആൾട്ടർ. ഇതാണെങ്കിൽ
ചേർച്ചിനകത്തുള്ള അൾത്താര, ദാറ്റ് ഈസ് ALTAR. ഡെത്ത്സ് പേർപ്പിൾ ആൾട്ടർ എന്ന് പറയുന്നുണ്ട്. പേർപ്പിൾ ഇറ്റ്സ് എ കളർ. രണ്ട് കളേഴ്സ് ഏതൊക്കെയാണ്? റെഡ് ആൻഡ് ബ്ലൂ മിക്സ് ചെയ്തിട്ട് കിട്ടുന്ന ഒരു കളറാണ് നമ്മളെ പേർപ്പിൾ. ഈ ബ്രിഞ്ചോളിൻ്റെയൊക്കെ ഒരു കളർ. ഇങ്ങനെ ബ്ലഡ് ഇങ്ങനെ കുറച്ച് കട്ട പിടിച്ചിട്ടൊക്കെ ഇരിക്കുകയാണെങ്കിൽ ആ റെഡ് കളർ മാറി എന്തോന്നാവും, ആ ഒരു പേർപ്പിൾ കളർ, ഒരു വയലറ്റ് കളറും കൂടെ ചേർന്നിട്ടുള്ള ഒരു പേർപ്പിൾ കളറായിട്ട് തോന്നും. അപ്പോൾ എന്താണ്, മുറിവേറ്റ് മരിച്ച ആളൊക്കെ ആണെങ്കിൽ എന്ത് സംഭവിക്കും? ആ ബ്ലഡിൻ്റെ കളർ പിന്നെ റെഡൊന്നും ആയിരിക്കത്തില്ല. ഇറ്റ് വിൽ സ്ലോലി ടേൺ ഇൻ ടു പേർപ്പിൾ. സോ upon death's purple altar now, see where the victim bleeds. അല്ലേ, മരണത്തിൻ്റെ ആ പേർപ്പിൾ ആൾട്ടറിൽ ആര് ബ്ലീഡ് ചെയ്യുന്നത് നോക്കാനാണ് പറയുന്നത്? ദ വിക്ടർ അല്ലയോ. വൺസ് അപ്പോൺ എ ടൈം ഹി വാസ് എ വിക്ടർ. പക്ഷേ ഇപ്പോൾ ആരായിട്ട് വന്നേക്കാണ്? ദ വിക്ടർ ഹാസ് ബിക്കം എ വിക്ടിം. അല്ലേ, ആ വിജയശ്രീലാളിതനായി നിന്ന ആള് ഒരു ഇരയെ പോലെ അല്ലെ, ഒരു വിക്ടിമിനെ പോലെ എന്ത് ചെയ്യാണ്? നൗ ഹി ഈസ് ബ്ലീഡിങ്. ഇവിടെ ഈ വിക്ടിം രണ്ട് ഓപ്പോസിറ്റ്സ് ആണ് അല്ലേ. ഇങ്ങനെ രണ്ട് ഓപ്പോസിറ്റ്സിനെ നമ്മൾ സാധാരണ രണ്ട് ഓപ്പോസിറ്റ്സ് ആയിട്ട് യൂസ് ചെയ്യുന്ന രണ്ടെണ്ണം ചേർത്ത് ഇങ്ങനെ യൂസ് ചെയ്യുകയാണെങ്കിൽ ആ ഫിഗർ ഓഫ് സ്പീച്ച് എന്ന് വെച്ചാൽ ഓക്സിമെറോൺ. എന്താണ് പറയുന്നത്? ഓക്സിമെറോൺ. നമുക്കത് പിന്നീട് ഡിസ്കസ് ചെയ്യുമ്പം പറയാം. എന്നാലും കീപ് ദിസ് ഇൻ മൈൻഡ്. ഇറ്റ്സ് എ ന്യൂ ഫിഗർ ഓഫ് സ്പീച്ച് ഫോർ യു. ഓക്സിമെറോൺ. So, see where the victim bleeds. Your heads must come to the cold tomb. അല്ലേ, അപ്പോൾ ഈ എല്ലാവരുടെയും ഫൈനലി എല്ലാവരും എവിടെ തന്നെ പോകേണ്ടി വരും? കോൾഡ് ടൂമിൽ എല്ലാവരും പോകേണ്ടി വരും. കല്ലറ അല്ലേ. TOMB എന്നാണെങ്കിലും ലാസ്റ്റ് ബി നമ്മൾ പ്രൊനൗൺസ് ചെയ്യുമ്പം ഇറ്റ്സ് സൈലൻറ്റ്. TOMB ടൂം. അതേപോലെ BOMB ബോംബ് അല്ല, ഇറ്റ് ഇസ് ബോംബ്. ഓക്കെ. സോ your heads must come to the cold tomb. ഈ കോൾഡ് ടൂം എന്ന് പറയാൻ എഗെയിൻ അല്ലേ, മരണമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നതുകൊണ്ടാണ് അത് തണുത്തറിഞ്ഞത് എന്നുള്ള രീതിയിൽ പറയുന്നത്. പക്ഷേ ഇതിന് വേറൊരു റിലവൻസും കൂടെ ഉണ്ട്. കാരണം ആ സമയത്ത് എലിസബത്തിൻ ടൈമിലൊക്കെ വളരെ റോയൽ ഹൗസ് ഹോൾഡ്സിലുള്ള ആൾക്കാരുടെയൊക്കെ ട്യൂം എന്ന് പറയുന്നത് ഇറ്റ് വാസ് മെയ്ഡ് ഓഫ് മാർബിൾ. അപ്പോൾ അതുകൊണ്ടും കൂടെ ആകാം കോൾഡ് എന്ന് പറയുന്നതെന്ന് ഒരു എക്സ്പ്ലനേഷൻ ഉണ്ട്. ഓക്കെ. യുവർ ഹെഡ്സ് എന്തായാലും നിങ്ങൾ എക്സാമിന് എഴുതുമ്പോൾ എന്താണ്, ഡെത്തുമായിട്ട് റിലേറ്റഡ് ആയതുകൊണ്ടാണ് ഇറ്റ് ഈസ് കോൾഡ്. യുവർ ഹെഡ്സ് മസ്റ്റ് കം ടു ദ കോൾഡ് ടൂം. ഓൺലി ദ ആക്ഷൻ ഓഫ് ദ ജസ്റ്റ് സ്മെൽ സ്വീറ്റ് ആൻഡ് ബ്ലോസം ഇൻ ദർ ഡസ്റ്റ്. അപ്പോൾ എന്തായാലും മരിച്ചു, അതുകൊണ്ട് എങ്ങനെയെങ്കിലും ആയിക്കോട്ടെ എന്നാണോ പറഞ്ഞത്? അല്ല, നമ്മൾ മരിച്ചതിന് ശേഷവും അല്ലേ നിലനിൽക്കുന്ന ഒരേ ഒരു കാര്യമുണ്ട്. എന്താണത്? ദ ആക്ഷൻസ് ഓഫ് ദ ജസ്റ്റ്. വളരെ ജസ്റ്റിസ് ആയിട്ടുള്ള, വളരെ നീതിയും ന്യായമുള്ള നമ്മുടെ ആക്ഷൻസ് ആണെങ്കിലും സംഭവിക്കും. ദീസ് ആക്ഷൻസ് വിൽ സ്മെൽ സ്വീറ്റ് ആൻഡ് ബ്ലോസം ഇൻ ദെയർ ഡസ്റ്റ്. ഒരു ദിവസം എല്ലാം എന്താണ് തകർന്നടിഞ്ഞ് ഡസ്റ്റായി മാറും, പൊടിയായി മാറും. പക്ഷെ എന്നാൽ പോലും എന്ത് ചെയ്യും? ഇറ്റ് വിൽ സ്മെൽ സ്വീറ്റ് ആൻഡ് ഇറ്റ് വിൽ ബ്ലോസം. അല്ലേ, വളരെ സ്വീറ്റായിട്ട് സ്മെല്ല് ചെയ്യുകയും അതേപോലെ ബ്ലോസം ചെയ്യുകയും പൂക്കുകയും ഒക്കെ ചെയ്യും. എന്ന് വെച്ചാൽ എന്താണ്? ഗുഡ് ആക്ഷൻസ് വിൽ ബി റിമെമ്പേർഡ് ഫോർ എവർ. അപ്പോൾ കുറേ ആൾക്കാരെ കൊന്നുവെന്നോ അങ്ങനെ പേര് നേടിയെന്നോ അങ്ങനെ പറയുന്നതിനൊന്നും അല്ല കാര്യം. പിന്നെ എന്താണ്? ഗുഡ് ആക്ഷൻസ് അലോൺ വിൽ ബി റിമെമ്പേർഡ് ഫോർ എവർ. അപ്പം ജീവിതത്തിൽ ജീവിച്ചിരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക? നല്ല കാര്യങ്ങൾ ചെയ്യുക. ഇപ്പം നമുക്ക് മുന്നേ ജീവിച്ച് മരിച്ചു പോയ കുറേ ആൾക്കാരെ കുറിച്ചിട്ടെല്ലാം നമ്മൾ കേൾക്കുന്നുണ്ടല്ലേ. പക്ഷേ നമ്മൾ എങ്ങനത്തെ ആൾക്കാരെ കുറിച്ച് ആലോചിക്കുമ്പോഴാണ് നമ്മുടെ മനസ്സിലും ഹാപ്പിനെസ് ഉണ്ടാകുന്നത്, നമുക്കൊരു സന്തോഷം തോന്നുന്നത്. നമ്മൾ അല്ലെങ്കിൽ എങ്ങനെയുള്ള ആൾക്കാരെ മാത്രമേ നമ്മളിപ്പോൾ ആരാധിക്കുകയുള്ളൂ? നല്ല ആക്ഷൻസ് ചെയ്തിട്ടുള്ള ആൾക്കാർ. ഇപ്പം മദർ തെരേസ എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം, അല്ലെങ്കിൽ ഗാന്ധിജി എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അവർ ചെയ്തിട്ടുള്ള നല്ല ആക്ഷൻസ്. അങ്ങനത്തെ ആൾക്കാരുടെ മെമ്മറീസ് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? പിന്നീട് ആൾക്കാർ സ്നേഹത്തോടു കൂടി ഓർക്കുകയുള്ളൂ. അങ്ങനത്തെ മെമ്മറീസിന് മാത്രമേ ഒരു പെർമനൻസ് ഉള്ളൂ. സോ നമുക്ക് ഈ തേർഡ് സ്റ്റാൻസ ഒന്നുകൂടെ വായിക്കാം. The garlands wither on your brow, then boast no more your mighty deeds. Upon death's purple altar now, see where the victim bleeds. Your heads must come to the cold tomb, only the actions of the just smell sweet and blossom in their dust. So, ഈ പോയം നമ്മളെ റിമൈൻഡ് ചെയ്യിപ്പിക്കുന്ന കാര്യം എന്താണ്? വി ഷുഡ് ഓൾവേസ് ബി കെയർഫുൾ അബൌട്ട് അവർ ആക്ഷൻസ്. അല്ലേ, നമ്മുടെ പ്രവൃത്തികൾ എപ്പോഴും എങ്ങനത്തെ നമ്മൾ വളരെ നല്ല പ്രവൃത്തികളായിരിക്കണം വി ഷുഡ് തിങ്ക് അബൌട്ട് ഇറ്റ്. നമ്മൾ കുറേ പേരും പ്രശസ്തിയും നേടുന്നതിനും അല്ല കാര്യം. പിന്നെ എന്താണ്?
എല്ലാ കാലത്തും പെർമനൻസ് ഉള്ളതെന്ന് പറയുന്നത് ഗുഡ് ആക്ഷൻസിന് മാത്രമാണ്. ഇറ്റ് ഈസ് ഓൺലി ദ മെമ്മറി ഓഫ് ദ ഗുഡ് ഡീഡ്സ് ഡൺ ദാറ്റ് വിൽ റിമെയിൻ ഫോർ എവർ. സോ ദാറ്റ് വാസ് ഓൾ അബൌട്ട് ദിസ് പോയം. ഇത് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയമാണ്. എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ മാത്രമല്ല, നമ്മുടെ ലൈഫിൽ തന്നെയും നമ്മൾ എപ്പോഴും ഓർക്കേണ്ട ഒരു മെസ്സേജാണ് ഈ പോയം നമുക്ക് കൺവേ ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ഈ പോയം ഒന്നുകൂടെ മനസ്സിരുത്തി വായിക്കുക. എന്നിട്ട് ഇതിൻ്റെ ഹോൾ സമ്മറി, സ്റ്റാൻസ ബൈ സ്റ്റാൻസ ആയിട്ടുള്ള സമ്മറി നിങ്ങളുടെ ഓൺ വേർഡ്സിൽ തന്നെ നോട്ട്ബുക്കിൽ എഴുതുക. ഇന്ന് തന്നെ കേട്ടിട്ട് എഴുതണം. എന്നാൽ മാത്രമേ പിന്നീട് നിങ്ങളുടെ ഓർമ്മയിൽ ഇത് നിൽക്കുകയുള്ളൂ. പ്ലീസ് ഡു ഇറ്റ് ടുഡേ ഇറ്റ് സെൽഫ്. ഡു വൺ മോർ തിങ്. ഈ പോയത്തിനകത്ത് ഉള്ള റൈം സ്കീം നോക്കി വയ്ക്കുക. വളരെ സിമ്പിളായിട്ടുള്ള റൈം സ്കീമാണ് ഇതിനകത്തുള്ളത്. പ്ലീസ് ഫൈൻഡ് ഇറ്റ് ഔട്ട്. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഇതിനകത്തുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സും പേജ് നമ്പർ 68 കുറച്ച് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഇപ്പം നോക്കാം, നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിക്കോളൂ. നമുക്ക് അതും ഡിസ്കസ് ചെയ്യാം. അതേപോലെ തന്നെ പേജ് നമ്പർ 69 ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് എന്ന് പറഞ്ഞിട്ടൊരു കോളം ഉണ്ട്. അതിനകത്ത് പേഴ്സോണിഫിക്കേഷൻ, മെറ്റഫർ, മെറ്റനിമി, ഓക്സിമറൺ അതിനെക്കുറിച്ച് നല്ലൊരു ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, so that's all for today. Thank you for listening. Have a nice week ahead. Bye.